എണ്ണ തേച്ചേപ്പുറം താരൻ കുറവുണ്ട്. എൻ്റെ തലയിൽ ഏകദേശം ഒരു 10, 18, 20 കൊല്ലം മുമ്പ് ഏതാണ്ട് ഒരു 7, 8 വയസ്സുള്ള സമയത്ത് ഈ താരനുണ്ടായിരുന്നു, മുടി പൊഴിച്ചിലും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഉള്ള മുടി പൊഴിച്ചിൽ വെച്ചാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇപ്പോൾ മുടി കഷണ്ടിയാകാന്ന് വിചാരിച്ചില്ല. ഇപ്പം 42 വയസ്സോളം എനിക്കായി. എന്നിട്ടും ഈ താരൻ എന്ന് പറയുന്ന വിഷയം പോണില്ല. അങ്ങനെ ഞാൻ ഈ പട്ടത്തൊരു സ്കിന്നിൻ്റെ ഡോക്ടറുണ്ട്, യോഗിരാജ്, അങ്ങേരെ കാണിച്ചു. അപ്പം അങ്ങേര് പറഞ്ഞു ഒരുതരം സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. താരൻ പോലെ തന്നെ, എന്നാൽ താരനല്ല, താരൻ്റെ എന്നും ഒത്തിക്കൂടെ കൂടിയ വകഭേദം. എന്നാൽ സോറിയാസിന്റെ ഒരു അടുപ്പിച്ച് നിൽക്കുകയും ചെയ്യും. അതിലോട്ട് അതാണെന്ന് വെച്ചാൽ അതല്ലേം താനും എന്നാണ് താനും. അങ്ങനെ ഡോക്ടർ എനിക്കൊരു അലോപ്പതി ഈ കീറ്റോകൊണാസോൾ മരുന്നിരുന്ന ഷാമ്പു തന്നു, മുടി പൊഴിയായിരിക്കാൻ ഗുളിയൊക്കെ തന്നു. കുറേ കാലമൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മളെ സാമ്പത്തികം ഒരു തവണ പോയിട്ട് ഡോക്ടറെ കാണാൻ ഫീസ് 650 രൂപ, പിന്നെ മെഡിസിൻ എല്ലാം കൂടെ 2500 മൂവായിരം, ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് വരെ തരും. കുറേ കാലം ചെയ്തു, 1.5 കൊല്ലം പോയി. അപ്പോഴൊക്കെ മുടി പൊഴിച്ചിൽ നിന്ന് തുള്ളി മരുന്ന്, മിൻഡോപ്പ് എന്ന് പറഞ്ഞൊരു മരുന്ന് ഉപയോഗിക്കാൻ തരും, ഷാമ്പൂ തരും, പിന്നെ ഈ തലയിൽ താരന് വേണ്ടിയുള്ള മരുന്ന് തരും. പിന്നെ ക്രമേണ എനിക്കത് ഇട്ടപ്പോൾ തലവേദന, ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അപ്പോഴേ ഞാനങ്ങ് നിർത്തി. പിന്നെ കുറേ കാലം ഇങ്ങനെ മുടിക്ക് ഒന്നും ചെയ്യാത്ത അവസ്ഥയായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ചേട്ടൻ ഈ എണ്ണയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതും അറിയാൻ കഴിഞ്ഞത്. അപ്പം എൻ്റെ തലയിൽ എന്ന് വെച്ചാൽ എന്താണ് താരം വന്നിട്ട് അതങ്ങ് പറ്റി പിടിച്ചിരുന്നു. ഒരുമാതിരി അങ്ങ് എന്താ ഫംഗസ് താരൻ്റെ നിറമങ്ങ് മാറിയിട്ട് ഒരുമാതിരി ചുവപ്പ് കളറിൽ ഒരുതരം പാട കണക്ക് തലയിൽ പറ്റി അതാ ഭയങ്കര ചൊറിച്ചിൽ. അതൊക്കെ ഒത്തിരി മാറി. ഇപ്പം എന്ന് വെച്ചാൽ ഈ ചീപ്പിന് ചെയ്യുമ്പോൾ നമ്മൾ അരി പൊടി, നമ്മൾ തരി ഉണ്ടല്ലോ, നമ്മൾ റവ അരി അരിപ്പിൽ അരിച്ചെടുക്കുമ്പോഴത്തേക്കുള്ള തരി കണക്ക് പൊടി വീഴുക, ചൊറിച്ചിൽ. പിന്നെ ചിലപ്പോഴത്തേക്ക് താരയിലെ ശൽക്കം കണക്ക് ഇളകി വരിക, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയാണ്. ഇപ്പം എന്തായാലും ഇപ്പം ഈ എണ്ണ തേച്ചിട്ട് ഇപ്പോൾ റിസൾട്ട് ഇപ്പോൾ 2 ആഴ്ച പിന്നീട് ഞാൻ തേക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഷാമ്പു ഉപയോഗിക്കാറുണ്ട്. എന്തായാലും ഈ എണ്ണ തേച്ച് പോലെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിന്നു. താരൻ ഇപ്പോൾ കുറവുണ്ട്, വലിയ രീതി താരം വരുന്നില്ല. ഒരു സംശയം, ഇപ്പം നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ 375 രൂപയ്ക്കാണ് മേടിച്ചത്, ചെറിയ ബോട്ടിൽ. അപ്പം നമ്മൾ അത് തീർന്നിട്ട് പിന്നെ മേടിക്കണമായിരിക്കും. പിന്നെ അപ്പോൾ അതിനിടയിൽ നമുക്ക് ഗൾഫിലാണ്, ബാംഗ്ലൂരൊക്കെ കൊണ്ട് അവിടത്തേക്ക് കാലാവസ്ഥ അറിയില്ല. ഈ ബാംഗ്ലൂരൊക്കെ പൈപ്പിലെ വെള്ളമാണ്, അതുപോലെ ഗൾഫിലും അങ്ങനെ കോറിൻ കയറുന്ന വെള്ളമാണ്. മുടി പോയാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എൻ്റെ അവിടെ പോയിട്ട് നമ്മൾ മുടി ഒന്ന് പറ്റ അടിച്ചിട്ട് ഈ എണ്ണ ഇങ്ങനെ തേച്ചിട്ട് നിന്നാൽ നമുക്ക് ഈ താരൻ വേറിട്ട് പോകത്തില്ലേ, പൂർണ്ണമായിട്ടും പോകത്തില്ലേ. നിങ്ങളന്ന് പറഞ്ഞതൊക്കെ കറക്റ്റ്. സത്യം പറഞ്ഞാൽ ഡോക്ടർമാരെല്ലാം പറയും താരം ഉള്ളിൽ വരുന്നതാണ്, നമ്മളെ ബോഡി ദഹനം ശരിയാവാത്തതുകൊണ്ട് ബ്ലഡ് ചൂടാവുക, ടെൻഷൻ, അതൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഭക്ഷണം, നോൺ വെജ്, ബീഫൊക്കെ കഴിക്കുക, അതൊന്നൊക്കെ വരുന്ന മദ്യപിക്കുക, അതൊക്കെ ഇവർ പറയുന്നത്, ആയുർവേദക്കാരും മറ്റുമൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ മതിയായി കഴിക്കുന്നത് അങ്ങനെയൊന്നും അല്ല. ഇത് പുറമേ നമ്മൾ ത്വക്കിൽ സ്കിന്നിൽ വരുന്ന എന്തോ ഒരു സംഭവമാണ് ഈ ഫംഗസ്, അതായത് സെബോറിക് എന്ന് പറയുന്നത്, താരം കണക്കത്തെ രോഗം. പക്ഷെ എന്തായാലും ഇപ്പം ഈ എണ്ണ തേച്ചപ്പുറം ഒരു കുറവ് കാണിച്ച് നിൽക്കുകയാണ്, വലിയ രീതി വരുന്നില്ല. അപ്പം അങ്ങ് പൂർണ്ണമായി മാറുമെന്ന് വിശ്വസിക്കാം, അല്ലേ? എന്തായാലും ഒരുപാട് എണ്ണ വിപണികളിലുണ്ട്. പക്ഷെ അതിൽ ഞാൻ നോക്കിയെടുത്തോളം നിങ്ങളെ എണ്ണ വളരെ, അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ എണ്ണ വളരെ നല്ല ഇതായിട്ടുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറെ കുറേ എണ്ണയൊക്കെ ഉണ്ട്, ഇങ്ങനെ അങ്ങനെ എണ്ണ ഇങ്ങനെ എണ്ണ. ഞാൻ പേരൊന്നും പറയുന്നില്ല, നമുക്കിപ്പോൾ ആരെയും പേര് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചിലർക്ക് ചിലപ്പോൾ എണ്ണ ഉപയോഗമായിപ്പെട്ട് കാണാം, അതാണുള്ള വിഷയം.